നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ത്യൻ ഓട്ടോമൊബൈൽ ചരിത്രത്തിലെ ഒരു ഐക്കോണിക് ലെജൻഡ് തിരിച്ചെത്തിയിരിക്കുകയാണ്. അതെ, ഒരു കാലത്ത് റോഡുകൾ ഭരിച്ചിരുന്ന ടാറ്റ സിയറ തന്നെ ഇനി ഒരു പുത്തൻ ഇലക്ട്രിക് അവതാരത്തിൽ ഇൻട്രൊഡ്യൂസിങ് ദ ഓൾ ന്യൂ ടാറ്റ സിറ EV. പഴയ ഡിസൈനിലുണ്ടായിരുന്ന ആ ഗാംഭീര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ കൂടുതൽ പവറും റേഞ്ചും പെർഫോമൻസും കണക്ടിവിറ്റി ഫീച്ചേഴ്സും എല്ലാം കൂടെ ഹൈപ്പർ ചാർജ്ഡ് ആയിട്ടാണ് പുതിയ ടാറ്റ സിറ EVയെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആ ഡിസൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പഴയ സിറയുടെ ആ ഒരു ലെജൻഡറി സീൽ ഔട്ട് അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇലക്ട്രിക് സോളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല സൈഡ് ആംഗിൾ വ്യൂസിനൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് പഴയ ടാറ്റ സിറ തന്നെയല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോവാറുണ്ട്. ഒരുപാട് ഫീച്ചർ റിച്ച് ആയിട്ടുള്ളൊരു വാഹനമാണിത്. ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് വിത്ത് വെൽക്കം ലൈറ്റ്, ആ പഴയ ഡോർ ഹാൻഡിൽ സിസ്റ്റത്തിനൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ പുതിയ വിൻസറിലൊക്കെ വരുന്ന ആ ഫ്ലഷ് ഡോർ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ക്ലാംഷെൽ ടൈൽ ഗേറ്റ്, അതായത് നമ്മുടെ കാലുകൊണ്ട് ജസ്റ്റ് താഴ്ഭാഗത്തൂടെ ഒരു ജസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈൽ ഗേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുകയും അതേപോലുള്ളൊരു ജസ്റ്റർ നമ്മൾ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈൽ ഗേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അടയുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത്. നൈറ്റ് സാബർ ബൈ LED ബൂസ്റ്റർ ഹെഡ് ലാംപ്സ് വിത്ത് ഫോഗ് ലാംപ്സ്, രാത്രിയെ പകലാക്കാൻ ശേഷിയുള്ള ഹെഡ്ലൈറ്റുകളും സ്റ്റിയറിങ്ങിനൊപ്പം തിരിയുന്ന ഒരു അഡാപ്റ്റീവ് ഫോഗ് ലാമ്പും ഈ വണ്ടിയിൽ വരുന്നുണ്ട്. ഹിഡൻ റിയർ വൈപ്പർ, ഇതൊക്കെ ടാറ്റയുടെ എല്ലാ വണ്ടികളിലുള്ള ഒരു ഫീച്ചർ തന്നെയാണ് കേട്ടോ. അതായത് ആ ബാക്കിലുള്ള റിയർ സ്പോയിലറിൻ്റെ ഉള്ളിലോട്ടായിരിക്കും റിയർ വൈപ്പർ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അത് ബാക്കിൽ നിന്നുള്ള ആ വ്യൂവിനെ ഒട്ടും ആ ഡിസൈനിലൊന്നും തടസ്സപ്പെടുത്താതുള്ള ഒരു തരത്തിലാണ് ആ റിയർ വൈപ്പർ അവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ മാത്രം അവർ 19 ഇഞ്ചിൻ്റെ അലോയ് നൽകിയിട്ടുള്ളത്. അത് റോഡിലുള്ള സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും കൂട്ടുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ, കാരണം അത്രയും അത്യാവശ്യം വലിയ ടയേഴ്സാണ്. ഇതിൻ്റെ താഴത്തെ വേരിയൻറ്റുകളിലാണെങ്കിൽ പോലും അവർ 18 ഇഞ്ചിൻ്റെ അലോയ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത്രയും വലിയ വണ്ടിയായിട്ട് പോലും അവിടെയുള്ള ആ സസ്പെൻഷൻ അവർ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. അൾട്രാഗ്ലൈഡ് സസ്പെൻഷൻ ടെക്നോളജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇത്രയും വലിയ വീലുകൾക്കൊപ്പം വണ്ടിയുടെ റൈഡ് ക്വാളിറ്റി അങ്ങേയറ്റം പെർഫെക്റ്റ് ആക്കുന്ന തരത്തിലുള്ള ഒരു സസ്പെൻഷൻ ടെക്നോളജി. അതായത് ഇൻഡിപെൻഡൻറ്റ് മൾട്ടി ലിങ്ക് റിയർ സസ്പെൻഷൻ വിത്ത് FSD ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാമ്പിംഗ്. ഇത് റോഡിലെ കുഴികളും ബമ്പുകളും യാത്രയിൽ അറിയാത്ത തരത്തിലുള്ള ഒരു സ്മൂത്തായ അൾട്രാഗ്ലൈഡ് യാത്രാ അനുഭവം സമ്മാനിക്കുന്നു. മുൻവശത്ത് ഒരു 55 ലിറ്ററിൻ്റെ ഒരു ഫ്രണ്ട് സ്റ്റോറേജ് ഈ വണ്ടിക്ക് നൽകിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലക്ഷറി ക്യാബിനിലേക്ക് വരാം. ഉള്ളിൽ കയറിയാൽ ആദ്യം നമ്മളെ ആകർഷിക്കുന്നത് ഇതിൻ്റെ ആ ഹൊറിസോണ്ടൽ വ്യൂ ട്രിപ്പിൾ സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. അതായത് 3 സ്ക്രീനുകൾ ചേർന്ന ഒരു ഇൻഫോർമേറ്റീവ് അനുഭവം. ഡ്രൈവർക്ക് പുറമെ ഡ്രൈവർക്കും ഒരു പേഴ്സണൽ ഇൻഫോർടൈൻമെൻറ്റ് ഡിസ്പ്ലേ. ടാറ്റ ഇതിൽ ഇന്ത്യയിൽ ആദ്യമായി ഇൻകാർ ഗെയിമിംഗ് കൺസോൾ കൊണ്ടുവന്നിരിക്കുന്നു. അതായത് ക്യാബിനുള്ളിലുള്ള എല്ലാവർക്കും സ്വന്തം സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ഈ സ്ക്രീനിലോട്ട് കണക്ട് ചെയ്തിട്ട് ഒരു കമ്മ്യൂണിറ്റി ഗെയിമിംഗ് ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. ആ സ്ക്രീനിൽ ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. നമുക്ക് കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മുടെ ഫോണുകളൊക്കെ അതിലോട്ട് കണക്ട് ചെയ്തിട്ട് ആ ഗെയിം വണ്ടിയിലിരുന്ന് കളിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. അതിലുപരി 30-ലധികം ആപ്പുകൾ വഴി OTT സ്ട്രീമിങ്ങും ബ്രൗസിംഗ് എല്ലാം ചെയ്യാം. പാനോരമിക് അല്ല, പാനോരമാക്സ് സൺറൂഫാണ് ഈ വണ്ടിയിൽ വരുന്നത്. അതായത് സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പണബിൾ പാനോരമാക്സ് സൺറൂഫും വലിയ വിൻഡോകളും വണ്ടിൻ്റെ ഉള്ളിൽ ഒരു ലോഞ്ച് ഫീലാണ് നൽകുന്നത്. മെമ്മറി ആൻഡ് വെൽക്കം ഫീച്ചറോട് കൂടിയ 6-വേ പവേർഡ് ആയിട്ടുള്ള ഡ്രൈവർ സീറ്റ്സും അതുകൂടാതെ 4-വേ പവേർഡ് ആയിട്ടുള്ള ഡ്രൈവർ സീറ്റ്സും നൽകിയിട്ടുണ്ട്. മുൻ സീറ്റുകളിൽ വെന്റിലേറ്റഡ് സീറ്റുകളും പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് തൈ സപ്പോർട്ട് എക്സ്റ്റൻഡർ. നമുക്ക് നമ്മുടെ തൈ സപ്പോർട്ട് കൂട്ടാനും കുറക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു തൈ സപ്പോർട്ട് എക്സ്റ്റൻഡർ സെപ്പറേറ്റ് വണ്ടിയിൽ വരുന്നുണ്ട്. ഒപ്പം ഫ്രണ്ട് സ്ലൈഡിംഗ് ആംറെസ്റ്റും കൊടുത്തിട്ടുണ്ട്. റിയർ ക്യാബിൻ ലക്ഷറിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നിലെ യാത്രക്കാർക്ക് സീറ്റ് റിക്ലൈൻ ചെയ്ത് VIP യാത്ര നൽകുന്ന ആ ഒരു ബോസ് മോഡ് സിസ്റ്റം. അതായത് ഫ്രണ്ടിലുള്ള സീറ്റിൻ്റെ സൈഡ് ഭാഗത്ത് ഒരു ബട്ടൺ ഉണ്ടാവും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലുള്ള ആ സീറ്റുകൾ മുന്നിലോട്ട് സ്ലൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതിന് പുറമെ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളും കപ്പ് ഹോൾഡറുകളുള്ള റിയർ ആംറെസ്റ്റും കൂടാതെ റിയർ വിൻഡോ സൺഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. മൾട്ടിമോഡ് ആംബിയൻ ലൈറ്റിംഗ്, യാത്രയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള ലൈറ്റിംഗ് മൂഡ് സെറ്റ് ചെയ്യാം. ഡ്യുവൽ സോൺ ഫുൾ ഓട്ടോമാറ്റിക് ടെമ്പറേച്ചർ കൺട്രോൾ, മുൻ സീറ്റുകളിലെ 2 പേർക്കും വെവ്വേറെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡ്യുവൽ സോൺ AC സിസ്റ്റം. അതിനെല്ലാം പുറമെ ബാക്ക് സൈഡിലോട്ട് റിയർ AC വെൻറ്റുകളും നൽകിയിട്ടുണ്ട്. ബ്രീത്ത് IQ പ്യൂരിഫയർ, ലൈവ് AQI ഡിസ്പ്ലേയോട് കൂടിയ അഡ്വാൻസ്ഡ് എയർ പ്യൂരിഫയർ സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. ഓഡിയോ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 12 JBL ബ്ലാക്ക് സ്പീക്കേഴ്സ് വിത്ത് ഡോൾബി അറ്റ്മോസ് ആൻഡ് സോണിക് ഷാഫ്റ്റ് സൗണ്ട് ബാർസ് ആണ് നൽകിയിട്ടുള്ളത്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ. ഇതിലെടുത്ത് പറയേണ്ടത് ഇന്ത്യയിലെ ആദ്യത്തെ കണക്റ്റഡ് ഫീച്ചറായിട്ടുള്ള ഒരു EV ഫീച്ചർ IRI EV എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്.
അതാണ് EV റൂട്ട് പ്ലാനർ. ഇന്ത്യയിൽ ആദ്യമായി ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ ബാക്കി എത്ര ബാറ്ററി ശതമാനം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കാണിക്കുന്ന ഒരു ഇൻ്റലിജൻസ് സിസ്റ്റം. ഈ ഫീച്ചർ നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. EV ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഉള്ള ഒരു കൺസേൺ ആണ് നമ്മൾ ഇന്ന ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ എത്ര ശതമാനം ചാർജ് ബാക്കി ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ നമ്മളിരുന്ന് വെറുതെ ഇങ്ങനെ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. അത് ഈ മാപ്പിൽ നോക്കിയാൽ തന്നെ ബാക്കി എത്ര പെർസെൻറ്റേജ് അവിടെ എത്തുമ്പോൾ ഉണ്ടാവും എന്നുള്ളത് മുൻകൂട്ടി കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ആ EV റൂട്ട് പ്ലാനിങ് ചെയ്യുന്നത് വളരെ സുഖകരമാക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഫീച്ചർ ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഗൂഗിൾ മാപ്പിലൂടെ ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ട് കൊടുക്കണം എന്നാണ് എനിക്ക് ടാറ്റനോട് പ്രത്യേകം പറയാനുള്ളത്. ഡിജി ആക്സസ്, അതായത് ഒരു ഡിജിറ്റൽ ആക്സസ്, ഒരു കാർഡ് പോലെ അല്ലെങ്കിൽ ഒരു റൗണ്ട് രൂപത്തിലുള്ള ഒരു സിസ്റ്റം ഉണ്ടാവും. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വണ്ടി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്രോക്സിമിറ്റി സെൻസറിൻ്റെ ഉപയോഗത്തോടു കൂടെ നമ്മൾ വണ്ടിയുടെ ഉള്ളിലോട്ട് കയറാൻ പറ്റും. അതായത് വണ്ടിയുടെ അടുത്ത് എത്തുന്ന സമയത്ത് തന്നെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആവും. വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടിയുടെ അടുത്ത് നമ്മൾ പോകുന്ന സമയത്ത് ലോക്ക് ആവുന്ന ഒരു സിസ്റ്റമാണ് വരുന്നത്. പിന്നെ ഡ്രൈവ് പേ എന്ന് പറയുന്നത് വണ്ടിയിൽ തന്നെ ഒരു വാലറ്റ് ഉണ്ടാവും. ആ വാലറ്റിൽ എമൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും. ചാർജിങ് സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് ചാർജിങ് കണ്ട് എടുത്ത് കണക്ട് ചെയ്താൽ മതി. നമ്മുടെ ആ വാലറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷ് എടുത്തിട്ട് വണ്ടിയിലോട്ട് ആ ചാർജ് ഡയറക്റ്റ് കയറുന്ന ആ ഒരു സിസ്റ്റം. അതായത് നമുക്ക് അവിടെ നിന്നിട്ടുള്ള ആ ആപ്പ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ മാക്സിമം ഒഴിവാക്കുന്ന ഒരു സെറ്റപ്പാണ് ടാറ്റ ഇപ്രാവശ്യം ഈ ടാറ്റ സിറയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതൊക്കെ ഒരു വലിയ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചർ തന്നെയാണ്. അത് അത്യാവശ്യമാണ് ഇലക്ട്രിക് വണ്ടികളിൽ. ടാറ്റയുടെ IRA.EV എന്ന് പറയുന്ന ആ ആപ്ലിക്കേഷൻ അതെടുത്ത് പറയേണ്ടത് തന്നെയാണല്ലോ. അതിലൊരുപാട് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അത് ഈ സിറ EV ഓണേഴ്സിന് 4 ഇയർ കോംപ്ലിമെൻ്ററി ആയിട്ടാണ് നൽകിയിട്ടുള്ളത്. വണ്ടി ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും വണ്ടിയിൽ എത്ര ചാർജ് ഉണ്ടെന്ന് അറിയാനും പിന്നെ വണ്ടി നമുക്ക് പുറത്തുനിന്ന് തന്നെ കൺട്രോൾ ചെയ്യാം. അത് സ്റ്റാർട്ടിങ്ങിലിട്ടിട്ട് AC ഓണാക്കുന്ന സിസ്റ്റം, നമ്മൾ ഡ്രൈവിംഗ് എത്ര അടിപൊളിയാണ്, അതിൻ്റെ അനലിറ്റിക്സും കാര്യങ്ങളും ബാറ്ററി കർവ് കാര്യങ്ങൾ എല്ലാം നമുക്ക് ആപ്ലിക്കേഷനിൽ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ട്രിപ്പ് ഹിസ്റ്ററി നമുക്ക് നോക്കാം. സേഫ്റ്റി സ്ഫിയർ ആൻഡ് വാലറ്റ് ഓട്ടോ പാർക്ക്, ടെക്നോളജിയുടെയും സുരക്ഷയുടെയും കാര്യത്തിൽ സിയറ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല കേട്ടോ. വാലറ്റ് ഓട്ടോ പാർക്ക് അസിസ്റ്റ്, ഈ സിസ്റ്റം വഴി വണ്ടിക്ക് സ്വയം വണ്ടിയെ പാർക്ക് ചെയ്യാനും ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരാനുള്ള ഒരു സമ്മൻ മോഡും റിവേഴ്സ് അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റവും ഈ വണ്ടിയിൽ നൽകിയിട്ടുണ്ട്. ഹൈപ്പർ ഹെഡ് അപ്പ് ഡിസ്പ്ലേ, വിൻഷീൽഡിലേക്ക് തത്സമയം ഗൈഡൻസ് നൽകുന്ന 19 ഫീച്ചറുകളുള്ള ആഗ്മെൻറ്റഡ് റിയാലിറ്റി ഹെഡ് അപ്പ് ഡിസ്പ്ലേ. ലെവൽ 2+ അഡാസ് ഫീച്ചേഴ്സാണ് ഈ വണ്ടിയിൽ നൽകിയിട്ടുള്ളത് വിത്ത് ISA ഇൻ്റലിജൻസ് സ്പീഡ് അസിസ്റ്റൻറ്റ് ഉൾപ്പെടെ. അതായത് 22 അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് ഫീച്ചറുകളാണ് ഈ വണ്ടിയിൽ നൽകിയിട്ടുള്ളത്. 360 ക്യാമറ അല്ല ഈ വണ്ടിക്ക് വരുന്നത്, 540 ഡിഗ്രി സറൗണ്ട് വ്യൂ ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. അതായത് വണ്ടിയെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സ്ക്രീനിൽ കാണിക്കും. എന്നിട്ട് വണ്ടിയുടെ താഴ്ഭാഗത്ത് അണ്ടർ ബോഡി എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്നുള്ളത് വരെ ഈ വണ്ടിയിൽ നമുക്ക് കിട്ടും. അതിനുപരി നമ്മൾ സാധാ 360 ക്യാമറയുടെ എല്ലാ വ്യൂ ആംഗിൾസും ഈ വണ്ടിയിൽ കിട്ടുന്നതായി. 6 എയർ ബാഗ്സ്, ഐസോഫിക് ചൈൽഡ് സീറ്റ് മൗണ്ടുകൾ, പിന്നെ ESP ഓവറോൾ മിറ്റിഗേഷൻ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഹിൽ ഡീസൻറ്റ് കൺട്രോൾ തുടങ്ങിയ 20 സുരക്ഷാ ഫീച്ചറുകൾ അടങ്ങിയ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമാണ് ഈ വണ്ടിക്ക് നൽകിയിട്ടുള്ളത്. ആവാസ് ഫീച്ചർ, കാർ വരുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗണ്ട്. ഇലക്ട്രിക് വണ്ടിയാണല്ലോ, ഇലക്ട്രിക് വണ്ടിക്ക് പൊതുവേ സൗണ്ട് ഇല്ല. അപ്പോൾ ബാക്ക് സൈഡിലൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് കാൽനടക്കാർക്ക് ഇങ്ങനെ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വണ്ടി തന്നെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ അതിലൂടെ അത് വലിയ സൗണ്ടൊന്നും ആവില്ല, ചെറിയൊരു സൗണ്ടാണ്. അപ്പോൾ ഒരു എഞ്ചിൻ സൗണ്ടിൻ്റെ പോലെ ചെറിയൊരു സൗണ്ട്, എഞ്ചിൻ സൗണ്ടിൻ്റെ അത്രയില്ല കേട്ടോ, ചെറിയൊരു സൗണ്ടാണ്. അപ്പോൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും, നടന്നു പോകുന്ന ആൾക്കാർക്ക് ബാക്ക് സൈഡിൽ വണ്ടി വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആക്സിഡൻസും കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം അത് ടാറ്റയുടെ മിക്ക വണ്ടികളിലും ഇപ്പോൾ വരുന്നുണ്ട് പുതിയ ഫീച്ചറായിട്ട്. അത് ഈ വണ്ടിയിലും കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ പെർഫോമൻസ്, ബാറ്ററി ആൻഡ് റേഞ്ച് ആ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ പുത്തൻ Active.EV+ ആർക്കിടെക്ചറിലാണ് സിയറ EV നിർമ്മിച്ചിട്ടുള്ളത്. 2 ബാറ്ററി ഓപ്ഷനുകളാണ് വരുന്നത്, 63 കിലോവാട്ടും 75 കിലോവാട്ടും. ഇതിലെ 75 കിലോവാട്ടിൻ്റെ ബാറ്ററി വേരിയൻറ്റിൽ QWD വേരിയൻറ്റ് വരുന്നുണ്ട്. അതായത് ഡ്യുവൽ മോട്ടോർ സെറ്റപ്പ്. മുൻവശത്താകട്ടെ 140 PS നൽകുന്ന ഇൻഡക്ഷൻ മോട്ടറും പിൻവശത്താകട്ടെ 209 PS പവർ തരുന്ന പെർമനൻറ്റ് മാഗ്നറ്റ് സിങ്ക്രണൈസ് മോട്ടറും നൽകിയിട്ടുണ്ട്. ഇതോടെ 504 Nm ടോർക്കിൽ വെറും 5.8 സെക്കൻഡ് കൊണ്ട് 0 മുതൽ 100 കിലോമീറ്റർ വരെ വേഗത ഈ വാഹനത്തിന് പെട്ടെന്ന് കൈവരിക്കാനാവും. ഈ മുകളിൽ കാണിക്കുന്ന ഈ സാഹസിക വീഡിയോ ഈ മരുഭൂമിയിലൊക്കെ ഇതുപോലുള്ള കുത്തന കയറ്റം, അതോ അത്രയും വലിയ കയറ്റമാണ് കേട്ടോ, വീഡിയോയിലൊക്കെ കാണാൻ പറ്റും. അതൊക്കെ V8 എഞ്ചിന് പോലുള്ള പവർഫുള്ളായിട്ടുള്ള ഐസ് എഞ്ചിനുകളൊക്കെ എടുത്തിട്ട് ടൂൺ ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ്. അത്രയും പവർഫുള്ളായിട്ടാണ് അത് കയറി പോകുന്നത്. ഇത്
അങ്ങനെ പ്രത്യേകിച്ച് ട്യൂണിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ ഒരു ഇലക്ട്രിക് വണ്ടി വളരെ അനായാസത്തോടു കൂടി കയറിപ്പോകുന്നു. അതിൻ്റെ മുകളിൽ എത്താൻ നേരത്ത് ഒരു ബൂസ്റ്റ് മോഡ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ വരുന്ന ആ ഒരു ചാട്ടൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ. ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മുടെ ടാറ്റ എത്രമാത്രം മുന്നിലാണ് എന്നുള്ളതും അതിനെല്ലാം പുറമെ നമ്മളൊരു ഇന്ത്യക്കാരൻ എന്നുള്ളൊരു അഭിമാനം അതൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് അത്രയും തോന്നിപ്പോകും. 6 ടെറൈൻ മോഡ്സ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. നോർമൽ, ഗ്രാസ്, സ്നോ, മഡ്, ഗ്രാവൽ, സാൻഡ്, റോക്ക്, ക്രോൾ, കസ്റ്റം എന്നിങ്ങനെ. ഇതിൽ 63 കിലോവാട്ട് ബാറ്ററി പാക്ക് വരുന്ന നോർമൽ വേരിയൻറ്റ്, അവിടെ ഡ്യുവൽ മോട്ടർ വരുന്നില്ല ആ വേരിയൻറ്റിൽ. അതിൻ്റെ മോട്ടോർ പവർ വരുന്നത് 238 PS ആണെങ്കിൽ 75 കിലോവാട്ടിൻ്റെ സിംഗിൾ മോട്ടോർ സെറ്റപ്പ് വരുന്ന വണ്ടിയിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 209 PS ആണ്. രണ്ടിനും ടോർക്ക് വരുന്നത് 315 Nm ആണ്. റിയൽ വേൾഡ് റേഞ്ച് പറയുന്നത് ആ 63 കിലോവാട്ടിൻ്റെ ഒക്കെ താഴ്ന്ന വേരിയൻറ്റിൽ ഏകദേശം ഒരു 450 കിലോമീറ്റർ ആണെങ്കിൽ ടോപ്പ് എൻഡ് വേരിയൻറ്റുകളിൽ ഒരു 500 to 530 കിലോമീറ്ററാണ് റിയൽ വേൾഡ് റേഞ്ച് പറയുന്നത്. 120 കിലോവാട്ടിൻ്റെ DC ഫാസ്റ്റ് ചാർജറിലാണ് ഈ വാഹനം നിങ്ങൾ കണക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യാൻ വെറും 26 മിനിറ്റ് മതി. 20% മുതൽ 80% വരെ ചാർജ് ചെയ്യാൻ. നിങ്ങളൊന്ന് ജസ്റ്റ് ചിന്തിക്കുക കേട്ടോ. അതായത് 500 കിലോമീറ്ററിലധികം പോകുന്നൊരു വണ്ടി, അതിൻ്റെ ഒരു 50% തന്നെ നമുക്ക് ആകെ ചാർജ് ചെയ്യാൻ അപ്പോൾ എത്ര സമയം എടുക്കുള്ളൂ? ഒരു 10 to 15 മിനിറ്റ്. അതിൽ നിങ്ങൾക്ക് 250+ കിലോമീറ്റർ കിട്ടുക എന്ന് പറയുമ്പോൾ ഇത് പ്രാക്ടിക്കൽ തന്നെയല്ലേ. നമ്മൾ പെട്രോൾ വണ്ടിയിൽ പെട്രോൾ അടിച്ചിട്ട് പോകുന്ന ആ സമയം മതി ഇപ്പോൾ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു ഇലക്ട്രിക് വണ്ടി ചാർജ് ചെയ്ത് പോകാൻ. ഏതെങ്കിലും റേഞ്ച് കുറഞ്ഞ ഇലക്ട്രിക് വണ്ടി എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ആ വണ്ടിയെ വേണമെങ്കിൽ ഈ വണ്ടി ഉപയോഗിച്ച് ചാർജ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു സിസ്റ്റം, അതായത് വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജിങ് ഓപ്ഷൻ ഈ വണ്ടിയിലുണ്ട്. അതിന് പുറമെ വെഹിക്കിൾ ടു ലോഡ്, അതായത് നിങ്ങൾ എവിടേക്കെങ്കിലും ട്രിപ്പ് പോയിട്ട് അവിടെ ഒരു ടെൻ്റൊക്കെ അടിച്ചിട്ട് ഏതെങ്കിലും ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിസിറ്റിയും ഈ വാഹനത്തിൽ നമുക്ക് പുറത്തോട്ട് എടുക്കാം കേട്ടോ. അത്യാവശ്യത്തിലധികം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു നീളം കൂടിയ വണ്ടിയാണിത്. അതായത് ഡയമെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4340 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിന് നീളം വരുന്നത്. വീതിയാകട്ടെ 1992 മില്ലിമീറ്ററും ഉയരം 1750 മില്ലിമീറ്ററാണ് വരുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആകട്ടെ 205 മില്ലിമീറ്ററും. ബൂട്ട് സ്പേസ് പിന്നെ പറയണ്ട, അതിൻ്റെ ആഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ വണ്ടികളിൽ കാണുന്ന പോലെ ഒരു 4-5 പെട്ടികളുടെ കാര്യമല്ല പറയുന്നത്. എത്രയോ അധികം പെട്ടികളാണ് അതിൽ വെച്ചിട്ട് ആ വീഡിയോയിൽ കാണിക്കുന്നത്. അതായത് 622 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത് ഈ വാഹനത്തിന്. വാറണ്ടി നോക്കുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതായത് ലൈഫ് ടൈം വാറണ്ടി ആണല്ലോ എന്ന് പറയുമ്പോൾ ബാറ്ററിക്കാണ്, അതായത് HB ഹൈ വോൾട്ടേജ് ബാറ്ററിക്കാണ് ലൈഫ് ടൈം വാറണ്ടി നൽകുന്നത്. മോട്ടോറിന് വരുന്നത് 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ മാത്രമാണ്. ഇനി വെഹിക്കിൾ വാറണ്ടി ഉണ്ട്, അതായത് വണ്ടിയുടെ ഉള്ളിൽ മറ്റുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ, അത് 3 വർഷം അല്ലെങ്കിൽ 1,25,000 കിലോമീറ്ററാണ്. ഭാവിയിലോട്ട് വേണമെങ്കിൽ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കമ്പനി നൽകും. അതൊരു 40,000-50,000 രൂപ വേറെ എക്സ്ട്രാ നമ്മൾ അടക്കേണ്ടി വരും കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മോഹൻ.